അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൗഫൽ പടിയൂരാണ്. ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ് പറയാണ്. ഒരുപാട് അറിവുകൾ നിച്ച് ഓഫ് ട്രൂത്ത് നടത്തിയ സ്നേഹസംവാദങ്ങളിൽ നിന്ന് ആർജിക്കാനായിട്ടുണ്ട്. എൻ്റെ ചോദ്യം, പ്രപഞ്ചം ഉണ്ടായിട്ട് 13.8 ബില്യൺ വർഷങ്ങളായി എന്നും മനുഷ്യൻ ഭൂമി ഉണ്ടായി 4-ലധികം ബില്യൺ വർഷങ്ങളായി എന്നും മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് കേവലം 2 ലക്ഷത്തോളം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ള കാൾ സേഗന്റെ ഡ്രാഗൺ ഓഫ് ഈഡൻസ് എന്ന അദ്ദേഹം എഴുതിയ പുസ്തകത്തിലുള്ള കോസ്മിക് കലണ്ടറിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ കണക്കുകളെല്ലാം നമ്മളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ ചിന്തിച്ചെടുക്കാൻ പറ്റാത്തതോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു കോസ്മിക് കലണ്ടർ എന്നോണം ഒരു വർഷത്തെ അനുമാനത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ഡിസംബർ 31 രാത്രി 12 മണിക്ക് പ്രപഞ്ചം ഉണ്ടായതായി സങ്കല്പിച്ചാൽ അടുത്ത വർഷം ഡിസംബർ 31 രാത്രി 12 മണി വരെയുള്ള അത്രയും സെക്കൻഡുകളെ മാപ്പ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒരു സെക്കൻഡിന്റെ വർഷം എന്ന് പറയുന്നത് 436 വർഷത്തെയാണ് ഒരു സെക്കൻഡിന്റെ വർഷമായിട്ട് കണക്കാക്കുന്നത് എങ്കിൽ അതിൽ ആദ്യത്തെ സെക്കൻഡിൽ പ്രപഞ്ചം ഉണ്ടായി 2 മാസത്തോളം ഇങ്ങനെ പോയി, പിന്നെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാവുകയാണ്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഏറ്റവും വർഷങ്ങൾക്ക് അപ്പുറം ഒരു പക്ഷേ നവംബറിൽ പലതുണ്ടാവും, പിന്നെ മറ്റേ ദിനോസേഴ്സ് ഉണ്ടായി. ഒടുവിൽ ലാസ്റ്റ് ഒരു 8 മിനിറ്റ് മുമ്പ് മാത്രം, അല്ലെങ്കിൽ ഒരു 6-8 സെക്കൻഡുകൾ അടുത്ത ഡിസംബർ 31 എത്തുന്നതിന് മുമ്പ് 6-8 സെക്കൻഡുകൾ മാത്രം ഉള്ളപ്പോൾ മാത്രമാണ് പിന്നെ റോമാ സാമ്രാജ്യവും അശോക സാമ്രാജ്യവും കിങ്ഡംസും എല്ലാം ഉണ്ടാവുന്നത്. ലിപി വരെ എത്തുന്നത് അവിടെയാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ നാസ്തികരായ ആളുകൾ പറയുന്ന ഒരു വിമർശനമാണ്, ഇത്രയും വലിയ ഒരു കോസ്മിക് യൂണിവേഴ്സിൽ ഏറ്റവും ഒടുവിൽ വന്ന രീതിയിലുള്ള മനുഷ്യൻ എന്ന ഈ കോംപ്ലക്സീവായ ഒരു ആനിമൽ, ആ സമയത്ത് മതങ്ങളുണ്ടായി, ദൈവങ്ങളുണ്ടായി, ദൈവസങ്കല്പങ്ങളുണ്ടായി, പുസ്തകങ്ങളുണ്ടായി എന്നെല്ലാം പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ക്രിയാത്മകമായി റെസ്പോണ്ട് ചെയ്യാമെന്നാണ് എൻ്റെ ചോദ്യം. കാൾ സാഗന്റെ കോസ്മിക് ഇയർ പ്രകാരം 8 മിനിറ്റ് മുമ്പ് മാത്രമുണ്ടായ മനുഷ്യൻ, അവന് വേണ്ടി മാത്രമുണ്ടായ മതം, ആ മതത്തിൻ്റെ കാര്യങ്ങൾ ഇതെത്ര പ്രസക്തമാണോ, അല്ലെങ്കിൽ ദൈവം ഇത്രയും കാലം വെറുതെ ആയിരുന്നോ എന്ന് ചോദിക്കുന്നതിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. സത്യത്തിൽ ആ നാസ്തികന്മാരോട് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് ആദ്യം ഒന്ന് നന്നായി സയൻസ് പഠിച്ചു വരാൻ പറയാം. പുതിയ കാലത്ത് ശാസ്ത്രീയമായ പഠനങ്ങൾ ഫൈൻ ട്യൂൺഡ് യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ ഒരുപാട് തിയറികൾ ആ രൂപത്തിൽ കടന്നു വരുന്നു. എന്താണ് തിയറികളുടെ പ്രത്യേകത? 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് ഉണ്ടായി. ആ ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായ അപ്പോൾ തന്നെ, ആ ബിഗ് ബാങ്കിനോടനുബന്ധിച്ച് തന്നെ പിന്നെ ഈ ഭൂമി എന്ന ഒരു ഗ്രഹം ഉണ്ടാകണം, ആ ഭൂമിയിൽ ഇത്ര ജീവജാലങ്ങൾ ഉണ്ടാകണം, ആ ജീവജാലങ്ങളിൽ പ്രപഞ്ചത്തെ ആസ്വദിക്കുന്ന ഒരാൾ ഉണ്ടാകണം, പ്രപഞ്ചത്തെ പഠിക്കുന്ന ഒരാൾ ഉണ്ടാകണം എന്ന രൂപത്തിലുള്ള കൃത്യമായ പ്രോഗ്രാമിംഗ് നടന്നു എന്നാണ് പുതിയ കാല പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതിന് തിയറി തന്നെയുണ്ട്, ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്നാണ് അതിന് പറയാം. റെയർ എർത്ത് തിയറി എന്നാണ് പറയാ. റെയർ എർത്ത് ഹൈപ്പോത്തീസിസ് എന്നും പറയും, തിയറി എന്നും പറയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ പ്രപഞ്ച സൃഷ്ടിയുടെ സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ കൃത്യമായ പരിണാമ ചക്രത്തിൽ, ഈ കോസ്മിക് ഇയർ അതേപോലെ അംഗീകരിച്ചാൽ പോലും അതിൻ്റെ കൃത്യമായ പരിണാമ ചക്രത്തിൽ ഇങ്ങനെ മനുഷ്യൻ എന്നൊരു ജീവി ഇന്ന സമയത്ത് ഉണ്ടാകണമെന്ന് വളരെ കൃത്യമായി പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആര് പ്രോഗ്രാം ചെയ്തു? എവിടെ നിന്നാണ് ആ പ്രോഗ്രാം വന്നത്? ആ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് പറയുന്നത് സയന്റിഫിക് ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിന് മതക്കാരല്ല പറയണത്. അപ്പോ
യഥാർത്ഥത്തിൽ ആ ജീവി ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചവൻ 8 മിനിറ്റാണ്. പക്ഷെ 8 മിനിറ്റുള്ള ഈ ജീവിക്കുണ്ടല്ലോ, ഈ ഒരു കൊല്ലത്തെയും നശിപ്പിക്കാനുള്ള പവറുണ്ട്, ഈ പ്രകൃതിയിൽ ഇടപെടാനുള്ള കഴിവുണ്ട്. ഈ പ്രകൃതിയിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിയും പറഞ്ഞ 8 മിനിറ്റിന്റെ ഉള്ളിൽ 8 മിനിറ്റിന് മുമ്പുണ്ടായ പലരുണ്ടല്ലോ, പിന്നെ മാമോത്തുകളെ പോലെ, അതേപോലെ തന്നെ മറ്റേ ഈ ദിനോസറുകളെ പോലെയുള്ള ഭീമാകാരന്മാരായ ജീവികൾ ഭൂമി അടക്കി വാണുകൊണ്ട് ഇവിടെ ജീവിച്ചല്ലോ, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഭൂമി അടക്കി വാണുകൊണ്ട് ആ ജീവികളൊന്നും ജീവിച്ചിട്ട് ഓസോൺ പാളിക്കൊരു ദ്വാരം അവരാരുണ്ടാക്കിയില്ല. അവരിവിടുത്തെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് തകർത്തില്ല. ആരാ ചെയ്യണത്? ഇപ്പറഞ്ഞ ഈ 8 മിനിറ്റിന്റെ ഉള്ളിലുണ്ടായ ജീവി. ആ 8 മിനിറ്റിന്റെ ഉള്ളിലുണ്ടായ ജീവി മാത്രമല്ല, ഈ 8 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ വളരെ ചെറിയൊരു കാലത്ത്, ഒരു 10 നമ്മുടെ സാംസ്കാരിക മനുഷ്യന്റെ കാലത്ത് മാത്രം, അത് ഈ ഹരാരയുടെ ഭാഷയിൽ പറഞ്ഞ 5000 കൊല്ലങ്ങൾക്കുള്ളിൽ മാത്രം. അപ്പോ ഈ സമയത്ത് ഈ ഭൂമിയെ വളരെ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും കഴിയുന്ന, അഥവാ പ്രകൃതിയിൽ ഇടപെടാൻ കഴിയുന്ന ആ മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ, ആ നിയമങ്ങളില്ലാത്ത മനുഷ്യൻ, സ്വയം ബുദ്ധിയുള്ള, ആ കഴിവുള്ള, ഇടപെടാൻ കഴിയുന്ന മനുഷ്യൻ, അവന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിൽ ഇത് തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതും പടച്ചവന്റെ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അപ്പൊ ആ സമയത്ത് തീർച്ചയായും ആ പ്രോഗ്രാമിന്റെ ഭാഗമായി പടച്ചവൻ പ്രവാചകന്മാരെ പറഞ്ഞേക്കും, മനുഷ്യർക്ക് മാർഗദർശനം നൽകും. ആ മാർഗദർശനത്തിൽ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാകും, തിരസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമായി തന്നെയാണ്, അള്ളാഹുവിന്റെ പടച്ചവന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അതെല്ലാം നടക്കുന്നത്. അത് അപ്രസക്തമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നും അപ്രസക്തമല്ലല്ലോ. ആദിമ കോശം ഉണ്ടായത് അപ്രസക്താണോ? അത് വളരെ ചെറിയ ഒരു പ്രോസസ്സിലാണെന്നാണല്ലോ പറയണത്, അല്ലേ? ആദിമ കോശം ഉണ്ടായത്, ആ ആദിമ കോശം ഉണ്ടാകുക എന്നുള്ള ചെറിയ പ്രോസസ്സ്, പക്ഷേ അത് വളർന്ന് വളർന്ന് പരിണാമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന് വരെയുള്ള ജീവികളായി തീർന്നു. വലിയൊരു പ്രോസസ് അല്ലേ? അതിന്റെ പിന്നിലൊരു പ്ലാൻ ഇല്ലേ? അതിന്റെ പിന്നിലൊരു ആസൂത്രണല്ലേ? ആ ആസൂത്രണത്തിനാണ് ആസൂത്രകൻ ആവശ്യമുള്ളത്. ആസൂത്രണമില്ലാത്ത രൂപത്തിലുള്ള ഒരു പരിണാമത്തെ കൃത്യമായി വിശദീകരിക്കുവാൻ പരിണാമവാദത്തിന് പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ അതിലേക്ക് പോണില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കോസ്മിക് ഇയറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെ ചെറിയ സമയമാണ് മനുഷ്യൻ്റേത് എന്നതുകൊണ്ട് മനുഷ്യന് മാത്രമുള്ള മതത്തിൻ്റെയോ മനുഷ്യന് മാത്രമുള്ള ഈ വിധിവിലക്കുകളുടെയോ പ്രസക്തി ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല എന്നാണ് നമുക്ക് അവരോട് മറുപടി പറയാനുള്ളത്.